മുഖത്തിന് നിറം വെക്കാനായിട്ട് ഇനി ഒരു ഫേസ് ക്രീമും ഉപയോഗിക്കേണ്ട കേട്ടോ. നമുക്കത് ഇതുപോലെ നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഓയിൽ വീട്ടിലുണ്ടാക്കി എടുത്ത് കാണിച്ചു തരട്ടെ. കുട്ടികൾക്കും തേക്കാം, ദേഹം മൊത്തം തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. വീട്ടിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. ഇത് നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 20 മിനിറ്റ് നേരം മുൻപ് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളഞ്ഞോ. എത്ര കരിവാളിപ്പും ടാനും മാറും. നിറം വെക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഒരു രീതിയിൽ സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. പിന്നെ എടുക്കാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. ഈ മഞ്ചിഷ്ടയുടെ കോല് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. മഞ്ചിഷ്ട വേണ്ടവർ മെസ്സഞ്ചറിൽ വരുവാണെങ്കിൽ മഞ്ചിഷ്ട വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇത് നമുക്ക് സ്കിന്നിന് നിറം വെക്കാനായിട്ട് അകത്തോട്ട് കഴിക്കാനുള്ള എൻ്റെ ഒരു പ്രത്യേക ഒരു ഔഷധ സസ്യമാണ്. ഔഷധ ചെടിയുടെ ഒരു കോലാണ് കേട്ടോ ഇത്. അപ്പം ഇതിൻ്റെ പൊടികളൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു ഇഷ്ടികയുടെ ഒരു കളറാണ് ഇതിൻ്റെ പൊടിക്കൊക്കെ. പക്ഷെ നമ്മൾ ഈ പൊടിയിട്ടുണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ നല്ലത് കോലിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന, കോല് ചതച്ചിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന കേട്ടോ. അപ്പം ഇതുപോലെ ഒരു 100 ml ഇത് അതുപോലെ ഒരു കുറച്ച് മതി. ഇനി 100 ml വെളിച്ചെണ്ണയ്ക്ക് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ക്യാരറ്റ് ഫുൾ എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി 100 ml വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു തണ്ട് കറ്റാർവാഴ എടുക്കാം കേട്ടോ. അപ്പോൾ മിക്കവരുടെയൊക്കെ വീട്ടിലൊക്കെ കറ്റാർവാഴയൊക്കെ ഇപ്പം നിന്ന് ചീഞ്ഞു പോകുന്നുണ്ടാവും. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ചെടിച്ചട്ടി ഇതുപോലെ മുട്ടിക്കിടന്ന് ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞത് എടുത്ത് കളയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിൽക്കുന്നൊക്കെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ എണ്ണ ഉണ്ടാക്കി എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ഫേസിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. സ്കിന്നിന് നല്ല നിറവും വരും, സൈഡ് എഫക്റ്റും ഇല്ല. നമ്മൾ കണ്ട വെളുക്കാൻ തേച്ചത് പാണ്ടാവെന്ന് പറഞ്ഞ പോലെ അതും ഇതുമൊക്കെ വാങ്ങി തേച്ച് ഫേസിൽ ഈ ഇതൊക്കെ ആക്കി കളയുന്നതിലൊക്കെ ഒരുപാട് നല്ലല്ലേ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ. ഒരു തണ്ട് എടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ചീഞ്ഞ് പോകുന്നത് കൊണ്ട് ഞാൻ 2 തണ്ട് എടുത്താട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കീറി എടുക്കുക. നിങ്ങൾ ഈ കറ്റാർവാഴയുടെ തണ്ടുണ്ടല്ലോ, വീടുകളിലില്ലാത്തവർ ആയുർവേദ ഷോപ്പിൽ ഇതിൻ്റെ വേറെ പടികൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടാവും, അത് വാങ്ങിയാൽ മതി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഒരു തണ്ട് മുറിച്ചെടുത്തിട്ട് ആ വേറുള്ള ഭാഗം ചെടിച്ചട്ടിയിൽ നട്ടു കൊടുത്താൽ മതി. മണ്ണിൽ നട്ടു കൊടുത്താലും മതി, വെള്ളമുള്ള സ്ഥലത്ത് നടരുത്, കാരണം ചീഞ്ഞു. അപ്പം ചെടിച്ചട്ടിയിൽ നട്ടു കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ ആവശ്യത്തിന് എടുത്തുണ്ടാക്കാം. അപ്പം ഇങ്ങനെ നമ്മളിപ്പോൾ ഓയിലുണ്ടാക്കി എടുത്ത് വെച്ചാലും 2-3 മാസം ഇരുന്നാലും ഓയിൽ കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം ആ അകത്തുള്ള പൾപ്പൊന്ന് ചീമ്പ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മഞ്ചിഷ്ടയുടെ കോലില്ലേ, ഈ കോലിങ്ങനെ നന്നിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചിട്ട് പൊടിച്ചിട്ടാലാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ പൊടിക്കാൻ നിൽക്കേണ്ട, അതിങ്ങനെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ചതച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് കറക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കറക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ സത്ത് നമ്മുടെ ക്യാരറ്റിൻ്റെയും നമ്മുടെ അലോവേരയുടെയും നമ്മുടെ മഞ്ചിഷ്ടയുടെ ഒക്കെ സത്തൊന്ന് ഇളകി നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനി നമുക്കത് ഫുള്ളൊന്ന് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് കൊട്ടിയിട്ട് ഇതിനകത്തേക്ക് പച്ചമഞ്ഞളുള്ളവർക്ക് പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പച്ചമഞ്ഞൾ എല്ലാവരുടെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഇല്ലാത്തവർ മഞ്ഞളുടെ പൗഡറില്ലേ അത് 2-3 സ്പൂൺ വാരിയിട്ടാൽ മതി കേട്ടോ. ബോയ്സിനൊക്കെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. ഒരുപാട് എണ്ണയില്ല, ഒരുപാട് മഞ്ഞൾ ചേർക്കണ്ട. ഒരു സ്പൂൺ മഞ്ഞൾ ചേർത്താൽ മതി. തടി മിഷക്കില്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നിറം വെക്കും കേട്ടോ. ഇനി മുഖക്കുരു കൊണ്ടാകുന്ന പിള്ളേർക്ക് ഒരു തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയോ അതല്ലെങ്കിൽ തുളസിയുടെ ഇല ഇട്ടാലോ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കാണ്ട് നൈസായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി അങ്ങ് അരച്ചെടുത്തോ. ഇനി നിങ്ങൾക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരുണ്ടെങ്കിൽ ക്യാരറ്റ് ചീമ്പി എടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അരച്ചെടുത്തോ. എന്നിട്ട് എണ്ണ ഉണ്ടാക്കുന്നതിൻ്റെ പാകം കാണിച്ചിടാവേ. നല്ല കുഴിയുള്ള അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ പാത്രത്തിൽ. കേടാവാതെ നമുക്ക് ഈ എണ്ണ ഒരു കൊല്ലമൊക്കെ ഇരുന്നാലും കേട് വരത്തില്ല. നിങ്ങൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുത്തുവിടാം. കുഞ്ഞു കുട്ടികൾ, ചെറിയ കുട്ടികളിൽ ഒരു 6 മാസം മുതൽ പ്രായം അതിലും താഴെ കുഞ്ഞുങ്ങൾക്കൊക്കെ തേച്ച് കുളിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇളകി വരുന്ന രീതിയിൽ ഇതെങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കണ്ടില്ലേ, നല്ലൊരു കരിഞ്ഞൊരു ബ്രൗൺ കളറിലേക്ക് വരും. നമ്മൾ അരച്ചെടുത്ത ആ അരപ്പൊക്കെ നല്ല രീതിയിൽ മുരിഞ്ഞ് വരും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പാകം നോക്കാൻ അറിയില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് ചീമ്പെടുത്താൽ മതി. അപ്പം ആ ചീമ്പെടുത്തേക്കണ ക്യാരറ്റ് മുരിഞ്ഞ് വരുന്നത് നോക്കി നിങ്ങളിങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് അരച്ചെടുത്താലും മതി. ഇതിങ്ങനെ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ സത്തൊക്കെ ഇളകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് അരിച്ചെടുത്ത് ഒഴിക്കുക. കുട്ടികളാണ് ഉണ്ടാക്കണമെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. കയ്യിലും മേത്തൊക്കെ എണ്ണ അടിക്കാണ്ട് നോക്കി അമ്മമാരുണ്ടാക്കി കൊടുക്കട്ടോ. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ഇത് പിഴിഞ്ഞ് എടുക്കുക ഇങ്ങനെ. അപ്പോൾ അത് ഇതുപോലെ പൊടിയായിട്ട് കണ്ടില്ലേ, നല്ല നൈസായിട്ടുള്ള എൻ്റെ പൊടി, മുരിഞ്ഞ പൊടിയത്. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുവാണെങ്കിൽ കേട് വരത്തില്ല. നല്ല കുങ്കുമ തൈലത്തിൻ്റെ ഒക്കെ ഒരു കളറിൽ നോക്കിക്കേ, സ്കിന്ന് നല്ല രീതിയിൽ നിറം വെക്കും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2 ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചൂടാറി വച്ചിട്ട് അതിലേക്ക് എടുത്ത് ഒഴിക്കാമല്ലോ എന്ന് വെച്ച് മാറ്റി വെച്ചേക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടൊന്ന് ചൂടാറ്റി എടുത്താട്ടോ അത്.
പെട്ടെന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചാൽ. കാരണം വീഡിയോ ലെങ്ത്ത് കൂടി പോകുന്നുണ്ട്. കാരണം ഇത് ഉണ്ടാക്കുന്നതിൽ കുറേ താമസം വന്നു, അതുകൊണ്ടാണ് ലെങ്ത്ത് കൂടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾ ചൂടാറിയതിന് ശേഷം കുപ്പിയിലേക്ക് എടുത്തൊഴിക്കുക. കുപ്പിയിലേക്ക് എടുത്തൊഴിച്ചിട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു 100 ml വെളിച്ചെണ്ണയ്ക്ക് 50 ml ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആവും. പ്രായമായവർക്കൊക്കെ ഇത് ഫേസിൽ തേക്കുവാണെങ്കിൽ ചുളിവുകൾ വീഴത്തില്ല. ഇനി പ്രായം ചെല്ലണമെന്നൊന്നുമില്ല, ഇപ്പോഴേ തേക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, തിളക്കം കിട്ടും. അപ്പം ഒരു വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം. ഒരു 3-4 തുള്ളി ഗ്ലിസറിനും കൂടി എടുത്ത് ഒഴിക്കുവാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് 100 ml 500, 600, 1000 ഒക്കെ കൊടുത്ത് വാങ്ങുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. എങ്ങനെ എടുത്ത് നോക്കിയാൽ നല്ല ഒരു കുങ്കുമാതി തൈലത്തിൻ്റെ സെയിം ഐറ്റാണ്. അപ്പം അതുപോലെ തന്നെ റിസൾട്ടും ഉണ്ട്. ഇനി വീട്ടിൽ കുങ്കുമത്തിൻ്റെ പൂവൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഇത് അരച്ചതിൻ്റെ കൊടുത്തിട്ട് അരച്ചാലും മതി കേട്ടോ. അപ്പം കുങ്കുമം ഒന്നും ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങളിത് തേച്ചിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, കാരണം റിസൾട്ട് ഒന്ന് പറയണേ. 3 വർഷം മുൻപ് ഞാൻ ഇട്ട വീഡിയോ ആയിരുന്നു ഇതിന് മുൻപ് ഞാൻ എണ്ണ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നിങ്ങളിതുപോലെ ഒരു 20 മിനിറ്റ് നേരം മുൻപ് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പം മഞ്ചിഷ്ടയുടെ കോല്, വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂളും ഗ്ലിസറിനും ഒലിവ് ഓയിലും ഓഫർ പ്രൈസിൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഈ വീഡിയോയുടെ താഴെ എനിക്ക് ലിങ്ക് ഇടാൻ പറ്റത്തില്ല, എന്താണെന്നറിയില്ല, ലിങ്ക് വന്നില്ല, പേസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മെസ്സഞ്ചറിലോട്ട് പോരെ. മഞ്ചിഷ്ടയുടെ കോലും ഒലിവ് ഓയിലും വൈറ്റമിൻ ഡിയുടെ ക്യാപ്സൂളും ഗ്ലിസറിനും ഞാൻ ലിങ്ക് ഇട്ടുതരാം. യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും ഇട്ട് തന്നെ. അപ്പം യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കിടപ്പുണ്ട്, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് ചെയ്ത് ഇട്ട് തരാം കേട്ടോ. നിങ്ങൾ കയറി വാങ്ങിച്ചോ. എന്നിട്ട് കടലമാവിട്ട് നിങ്ങൾ കഴുകിക്കളയാൻ പറ്റുന്ന പിള്ളേർ കടലമാവിട്ട് കഴുകിക്കളഞ്ഞു. ഡ്രൈ സ്കിന്നുള്ളവർ കടലമാവിട്ട് കഴുകിക്കളയുക, സോപ്പിട്ട് കഴുകിക്കളഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ കെയറും ബ്യൂട്ടി ടിപ്സിനൊക്കെ ആയിട്ട് ഈ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.